നമ്മുടെ ശരീരത്തിന്റെ ഒരു മെയിൻ കെമിക്കൽ ഫാക്ടറി നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ്, അതായത് ഒരു പവർ എനർജി വെയർ ഹൗസ് നമുക്ക് പറയാം. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. 500+ കർമ്മങ്ങളാണ് ഈ ലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മാസ്റ്റർ ഗേറ്റ് ആണ് നമ്മുടെ ബോഡിയിൽ. ഓക്കെ, ഈ മാസ്റ്റർ ഗേറ്റിൽ ബ്ലോക്ക് വന്ന എന്താവും, അല്ലെങ്കിൽ മാസ്റ്റർ ഗേറ്റ് വേണ്ട രീതിയിൽ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ മൊത്തം സിസ്റ്റത്തിനെ ബാധിക്കും. അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ ലിവറിന്റെ ഫങ്ഷനിങ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ രീതിയിലും അത് എഫക്റ്റഡ് ആവും. നമ്മുടെ ഓരോ ചെറിയ ചെറിയ നമ്മൾ വിചാരിക്കാത്ത പോലും പല പ്രശ്നങ്ങളാണ്. അതിന്റെ റൂട്ട് കോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം നമ്മുടെ ലിവറാണ്. ലിവർ വേണ്ട രീതിയിൽ ഫങ്ഷൻ ചെയ്യാണ്ട് വരുമ്പോൾ ഹോൾ സിസ്റ്റം എഫക്റ്റഡ് ആവണം. ലിവർ ചെയ്യണ എന്താ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന് വേണ്ട നമുക്ക് വേണ്ട പോഷകങ്ങളെ എടുത്തുകൊണ്ട് നമുക്ക് വേണ്ട എനർജി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഈ എനർജി എന്തിനാ, നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യാനും നമ്മുടെ ഹാർട്ടിന് നമ്മുടെ ബ്രെയിനിന് ഈ ഓരോ ടിഷ്യൂസ് ഫോം ചെയ്യാൻ എല്ലാത്തിനും വേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഗേറ്റ് ചെന്നിട്ടാണ് ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇതെല്ലാം എല്ലാ പ്രോസസ്സും നടക്കണം അവിടെ നിന്നാണ്. പിന്നെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യണതും ഈ ലിവർ തന്നെയാണ്. അതേപോലെ നമുക്ക് നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ, നമുക്ക് ആവശ്യത്തിന് കൊളസ്ട്രോൾ ബോഡിയിൽ വേണം. അപ്പൊ ഈ കൊളസ്ട്രോളിനെ ബിൽഡ് ചെയ്യണതും അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതും ഈ അതിന്റെ ഭാഗവും നമ്മുടെ ലിവറിന് തന്നെയാണ്. ഓക്കെ, ലിവർ എന്ന് പറയുന്നത് ഇതൊരു മാസ്റ്റർ ഫങ്ഷനിങ് നടത്തുന്ന ഒരു മാസ്റ്റർ ഗേറ്റ് ആണ്. അപ്പൊ പിന്നെ ഇത് ഈ ടോക്സിൻസിനെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ പുറന്തള്ളാനും, ഈ കാരണം നമ്മുടെ ബ്ലഡിൽ നിന്ന് വരുന്നത്, നമ്മുടെ മെഡിസിൻസിൽ നിന്ന് വരുന്നത്, അതേപോലെ ആൽക്കഹോള്, സിഗരറ്റ് സ്മോക്കിംഗ്, അങ്ങനെ പല രീതിയിൽ നമ്മുടെ എൻവയോൺമെന്റിൽ വരുന്ന പൊല്യൂഷൻ, ഇതെല്ലാത്തിനെയും അതിൽ നിന്ന് ടോക്സിൻസിനെ റിമൂവ് ചെയ്ത് വേസ്റ്റ് കളയാനായിട്ട് ലിവറിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. പിന്നെ വരുന്നതാണ് ഈ ലിവർ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരുവിധ എല്ലാ അവയവങ്ങളും എത്രയോ പെട്ടെന്ന് ഡാമേജ് ആയി പോയേനെ. ആദ്യം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം, ഇതിന്റെ ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം അവിടെ നിന്നാണ്. പിന്നെ പലതരം ന്യൂട്രിയൻസ് പ്രോസസ്സ്, അതായത് കാർബ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇതിനെയൊക്കെ നമ്മുടെ ഫുഡിൽ നിന്ന് എടുത്ത് പ്രോസസ്സ് ചെയ്യണത് ലിവറാണ്. ശരീരത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കയറി വരുന്ന ഈ ഗ്ലൂക്കോസിനെ ആവശ്യത്തിന് എനർജിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും, ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. അത് ചെയ്യുന്നത് നമ്മുടെ മസിൽസിലും നമ്മുടെ ലിവറിലുമാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിന്, ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിച്ചു, വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത മീൽ കഴിക്കാൻ പറ്റുള്ളൂ എന്നായിരിക്കും. അപ്പൊ ഈ സമയത്തും ഈ ഗ്യാപ്പിലും നമുക്ക് എനർജി വേണ്ടേ, നമ്മുടെ ശരീരത്തിലെ പല പല ഫങ്ഷനിങ് നടക്കേണ്ടത്. അപ്പൊ ഈ ഫങ്ഷനിങ്ങിനൊക്കെ വേണ്ട എനർജി ഈ സ്റ്റോർ ചെയ്ത് വെക്കണ ഗ്ലൈക്കോജനിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് ചെയ്യണത് ലിവറാണ്. പിന്നെ കൂടാണ്ട് നമ്മുടെ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ, ഇതിനെ സ്റ്റോർ ചെയ്യണത് ലിവറിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ചില മിനറൽസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അയൺ, ഹീമോഗ്ലോബിൻ ഉണ്ടാക്കണമെങ്കിൽ അയൺ വേണം അല്ലെ, അപ്പൊ ആ അയൺ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, കോപ്പർ സ്റ്റോർ ചെയ്യുന്നുണ്ട്, പിന്നെ മെഗ്നീഷ്യം, സിങ്ക് ഒക്കെ ചെറിയ അളവിൽ ലിവറിലാണ് സ്റ്റോർ ചെയ്യണത്.